നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് കേളികൊട്ടുയർന്നിരിക്കുകയാണ്. PV അൻവർ രാജിവെച്ച ഒഴിവിൽ അടുത്ത മാസം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. CPMന്റെ M സ്വരാജും കോൺഗ്രസിന്റെ VS ജോയിയും തമ്മിലായിരിക്കും ഏറ്റുമുട്ടുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. M സ്വരാജിനെ സ്ഥാനാർത്ഥിയായി ഏറെക്കുറെ CPM നിശ്ചയിച്ചുവെന്നും അദ്ദേഹത്തിനോട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചുമതലകൾ ഏറ്റെടുക്കാൻ CPM സംസ്ഥാന നേതൃയോഗം നിർദ്ദേശിച്ചുവെന്നുമാണ് അറിയുന്നത്. ഇതിന്റെ ഫലമായി M സ്വരാജ് തന്റെ താമസം എറണാകുളത്ത് നിന്നും നിലമ്പൂരിലേക്ക് മാറ്റിക്കഴിഞ്ഞു. നിലമ്പൂരിൽ അദ്ദേഹം ചില പരിപാടികളിലും പങ്കെടുത്തു തുടങ്ങി. എന്നാൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും? ഇതിനെക്കുറിച്ച് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഒരു സർവേ നടത്തുന്നുണ്ട്. ആ സർവേയിൽ തെളിയുന്ന മുഖം DCC പ്രസിഡന്റ് VS ജോയിയുടേതാണ്. VS ജോയിയെ UDF സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചാൽ നിഷ്പ്രയാസം ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് PV അൻവർ അടക്കമുള്ളവർ പറയുന്നത്. കോൺഗ്രസിനും ഇതറിയാം. കാരണം VS ജോയിക്ക് അവിടുത്തെ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ നല്ല സ്വാധീനമുണ്ട്. കാരണം നിലമ്പൂരിൽ നല്ല ക്രൈസ്തവ വോട്ടുകളുണ്ട്. പലപ്പോഴും ആര്യാടൻ മുഹമ്മദ് നിലമ്പൂരിൽ നിന്ന് ജയിക്കുന്നത് ഈ ക്രൈസ്തവ വോട്ടുകൾ സമാഹരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് VS ജോയിയെ അവിടെ മത്സരിപ്പിച്ചാൽ ക്രൈസ്തവ വോട്ടുകൾ UDFിലേക്ക് തിരിച്ചു വരുമെന്നും അതുകൊണ്ട് ആ സീറ്റ് പിടിച്ചെടുക്കാൻ UDFിന് കഴിയുമെന്നുമാണ് PV അൻവർ അടക്കമുള്ളവർ പറയുന്നത്. PV അൻവർ നിർദ്ദേശിച്ച പേരും VS ജോയിയുടേത് തന്നെയാണ്. എന്നാൽ CPM ആകട്ടെ K ഷൗക്കത്തിനെ പോലെയുള്ള ചില നേതാക്കളുടെ പേരുകൾ അവിടെ പറയുന്നുണ്ടെങ്കിലും സ്വരാജിന് തന്നെയാണ് നിലവിൽ പരിഗണന നൽകാൻ CPM തീരുമാനിച്ചിരിക്കുന്നത്. കാരണം സ്വരാജ് അവിടെ നിന്നും മത്സരിച്ച് നിയമസഭയിൽ എത്തണമെന്നാണ് CPMന്റെ പ്രത്യേകിച്ച് പിണറായി വിജയന്റെ ആഗ്രഹം. സ്വരാജ് അവിടെ നിന്നാൽ ജയിക്കുമെന്നോ അല്ലെങ്കിൽ സ്വരാജിനെ ജയിപ്പിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം CPMനുണ്ട്. എന്നാൽ VS ജോയി ആണെങ്കിൽ മത്സരം കടുത്തതായിരിക്കും. എന്നാൽ കോൺഗ്രസിൻ്റെ തന്നെ ആര്യാടൻ ഷൗക്കത്ത്, നമ്മുടെ മരിച്ചുപോയ ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് തനിക്ക് ആ സീറ്റ് വേണമെന്ന് നിർബന്ധം പിടിക്കുകയാണ്. അങ്ങനെ ആര്യാടൻ ഷൗക്കത്തിന് ആ സീറ്റ് കൊടുത്താൽ അപ്പുറത്ത് M സ്വരാജ് ആണെങ്കിൽ CPMന് ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. കാരണം VS ജോയി ആണെങ്കിൽ മാത്രമേ ഒരു ഏറ്റുമുട്ടലിൻ്റെ അല്ലെങ്കിൽ ഒരു പോരാട്ടത്തിൻ്റെ അന്തരീക്ഷം അവിടെ ഉണ്ടാവൂ. ആര്യാടൻ ഷൗക്കത്താണെങ്കിൽ CPM ജയിക്കുമെന്നാണ് അവർ കരുതുന്നത്. അതേസമയം ആര്യാടൻ ഷൗക്കത്തിന് സീറ്റ് നിഷേധിച്ചാൽ, കോൺഗ്രസ് ആര്യാടൻ ഷൗക്കത്തിന് സീറ്റ് നിഷേധിച്ചാൽ അദ്ദേഹം CPMലേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ M സ്വരാജിനെ മാറ്റി CPM പരീക്ഷിക്കുക ആര്യാടൻ ഷൗക്കത്തിനെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആര്യാടൻ ഷൗക്കത്തും VS ജോയിയും തമ്മിലുള്ള രണ്ട് കോൺഗ്രസ്സുകാർ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ ഒരു പക്ഷേ നിലമ്പൂരിൽ ഉണ്ടാകാം. ഏതായാലും CPM അടമൻ്റായി നിർബന്ധപൂർവ്വം നിലമ്പൂർ സീറ്റ് പിടിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസം മുന്നോട്ട് പോവുകയാണ്. കോൺഗ്രസിനാണെങ്കിൽ നിലമ്പൂർ സീറ്റ് പിടിച്ചെടുത്താൽ CPMന്റെ ഒരു സീറ്റ് പിടിച്ചെടുത്ത പോലെയാണ്. കാരണം ബൈ ഇലക്ഷനിലൊക്കെ കോൺഗ്രസ് UDF ജയിച്ചതെല്ലാം കോൺഗ്രസിൻ്റെ UDFിൻ്റെ സീറ്റിൽ തന്നെയായിരുന്നു ആ വിജയങ്ങളെല്ലാം. കാരണം UDFിൻ്റെ സീറ്റുകൾ ഒഴിവന്നപ്പോഴുണ്ടായ വിജയങ്ങളാണ് തെരഞ്ഞെടുപ്പിലുണ്ടായത് വിജയങ്ങളുണ്ടായതും UDFിന് സീറ്റുകൾ ഒഴിവന്നപ്പോഴാണ്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് നേരത്തെ CPM സ്ഥാനാർത്ഥിയായി 2 തവണ PV അൻവർ ജയിച്ച സീറ്റാണ് നിലമ്പൂർ സീറ്റ്. ഇടതു മുന്നണികളിൽ നിന്നും ഒരു പുതിയ സീറ്റ് പിടിച്ചെടുക്കാനുള്ള ഒരു അവസരമാണ് കോൺഗ്രസിന് ഇതുവഴി കൈവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ VS ജോയിയെ തന്നെ കളത്തിലിറക്കണമെന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ M സ്വരാജ് തന്നെയായിരിക്കും അപ്പുറത്ത്. അങ്ങനെ വരുമ്പോൾ M സ്വരാജും VS ജോയിയും M സ്വരാജ് വേഴ്സസ് VS ജോയി എന്ന തരത്തിലുള്ള ആ ഒരു മത്സരാന്തരീക്ഷം ഉണ്ടാവുകയും തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം തന്നെ മാറുകയും ചെയ്യും. CPMും കോൺഗ്രസും ആഗ്രഹിക്കുന്നതാണ് വലിയൊരു പോരാട്ടം നിലമ്പൂരിൽ നടക്കുക. ആ പോരാട്ടത്തിലൂടെ സീറ്റ് പിടിച്ചെടുക്കണമെന്ന് കോൺഗ്രസും പോരാട്ടത്തിലൂടെ സീറ്റ് നിലനിർത്തണമെന്ന് CPMും ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഏതായാലും അടുത്ത മാസത്തോടെ വിജ്ഞാപനം വരികയും സ്ഥാനാർത്ഥികളുടെ കാര്യം തീരുമാനമാവുകയും ചെയ്യും. ഇപ്പോൾ നിലവിൽ M സ്വരാജ് വേഴ്സസ് VS ജോയി നിലമ്പൂർ എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.